ആർപ്പോ മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊത്തില്ലതാനും ആധികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ആദ്യം തന്നെ എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണമെന്ന് കേൾക്കുമ്പോഴേ മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന ഈരടികളാണല്ലോ എന്റെയും നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നത്. ഇങ്ങനെയൊരു ഗതകാലം നമ്മുടെ മലയാള നാടിന് ഉണ്ടായിരുന്നോ എന്നതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ലെങ്കിലും അങ്ങനെയൊരു കാലത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ പോലും മനുഷ്യന്റെ മനസ്സുകളിൽ എത്രമാത്രം ആനന്ദം സൃഷ്ടിക്കുന്നുവെന്ന് ഓരോ ഓണക്കാലവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത്രമാത്രം പ്രൗഢിയും ഗരിമയും ഉള്ളതുകൊണ്ട് തന്നെ ആവണം കാണാൻ പറ്റിയിട്ട് ഓണം ഉണ്ണണം എന്ന് പഴമക്കാർ നമ്മെ ഉദ്ബോധിപ്പിച്ചത്. ഓണത്തിലൂടെ നാം ഒരു ഐതിഹ്യത്തെയാണ് അനുസ്മരിക്കുന്നതെങ്കിലും നമ്മുടെ പാരമ്പര്യത്തിൽ ഓണത്തിനുള്ള പ്രാധാന്യം വിലമതിക്കാനാവാത്തതാണ്. ചിങ്ങമാസത്തിൽ പഞ്ഞ കർക്കിടകത്തിന്റെ വറുതിയെ നാം അതിജീവിക്കുന്ന സമൃദ്ധിയുടെ മാസമാണ്. കർഷകന് സമൃദ്ധമായ വിളവെടുപ്പിലൂടെ സമൃദ്ധിയുടെ ഉത്സവമായും വ്യാപാരിക്ക് തിരക്കാർന്ന കച്ചവടത്തിലൂടെ പൊൻനാണയങ്ങൾ സമ്മാനിക്കുന്ന പൊന്നിൻ ചിങ്ങമായും ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും തുടക്കമായും ചിങ്ങമാസവും അതിന്റെ തിലകക്കുറിയായ ഓണാഘോഷവും മലയാളി എന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. ഓണപ്പുടവയും അത്തപ്പൂക്കളവും ഓണസദ്യയുമെല്ലാം മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു. ഓണത്തിന്റെ ഐതിഹ്യത്തിൽ അസുര ചക്രവർത്തിയായ മഹാബലിയെയും മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമനമൂർത്തിയുമാണല്ലോ നാം കണ്ടുമുട്ടുന്നത്. ഏത് തലത്തിൽ ചിന്തിച്ചാലും ദേവനായ വാമനമൂർത്തിക്ക് പകരം അസുരനായ മഹാബലിയെ ആഘോഷിക്കുകയും അദ്ദേഹത്തിന്റെ പ്രജാസന്ദർശനത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നത് ഒരു വിരോധാഭാസം തന്നെയാണ്. ഇത് കേരളത്തിന്റെ വൈരുദ്ധ്യാത്മകതയാണ്. ഇവിടെ അസുരനെ ആഘോഷിക്കുന്നു. ദേവരെന്നോ അസുരനെന്നോ വ്യത്യാസമില്ലാതെ നന്മയെ അംഗീകരിക്കാനുള്ള മലയാളിയുടെ ഹൃദയവിശാലതയാണ് നാം ഇതിൽ കാണുന്നത്. വഴിമധ്യേ നമുക്ക് കൈമോശം പോയി വന്ന ഈ മനോഭാവം വീണ്ടെടുക്കുവാൻ ഈ ഓണക്കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തുമ്പപ്പൂവിന്റെ നൈർമല്യമുള്ള മലയാളിയുടെ ഹൃദയത്തുടുപ്പിന്റെ ആവേശമായ ഓണാഘോഷത്തിന് കഴിഞ്ഞ 2-3 വർഷങ്ങളിലായി അല്പം മാറ്റി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും മലയാളി കരുത്താർജിക്കുകയാണ്. ഈ ഓണം നമുക്ക് തിരിച്ചുവരവിന്റേതാണ്, അതിജീവനത്തിന്റേതാണ്. ഓണത്തിന്റെ വർണ്ണഭംഗിയും മനോഹാരിതയും സാഹോദര്യത്തിന് നിറനിലാവും അല്പം പോലും കുറയാതെ ഈ ഓണം നമുക്ക് ആഘോഷിക്കാം, പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ. അങ്ങനെ ഓണം നൽകുന്ന ഈ പാഠം നമ്മുടെ വരും തലമുറകൾക്ക് നമുക്ക് പകർന്നു കൊടുക്കാം. ഓണം നൽകുന്ന സാഹോദര്യത്തിന്റെ മഹത്വം ലോകമെങ്ങും പ്രചരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. മലയാളികളുടെ മനസ്സിൽ എന്നും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ഓർമ്മയാണ് ഓണം. പൂവിളികളും പൂത്തുമ്പികളുമായി മറ്റൊരു ഓണക്കാലം കൂടി വരവായി. മഹാമാരിയുടെ ഈ കാലത്തും വീട്ടിലിരുന്നു കൊണ്ട് സുരക്ഷിതരായി നമുക്ക് ഓണം ആഘോഷിക്കാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി
തിരുമേനി എഴുന്നള്ളും സമയമായി. ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. ഉത്രാടപ്പൂക്കുന്നിനുച്ചിയിൽ പൊൻവേയിൽ ഇത്തിരി പൊന്നുരുക്കി. ഇത്തിരി പൊന്നുരുക്കി. കോടി മുണ്ടുടുത്തും കൊണ്ടോടി നടക്കുന്നു കോമളബാലനാമോണക്കിളി. ഓണക്കിളി ഓണക്കിളി. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. തിരുമേനി എഴുന്നള്ളും സമയമായി. ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. കാവിലെ പൈങ്കിളി പെണ്ണുങ്ങൾ കൈകൊട്ടി പാട്ടുകൾ പാടിടുന്നു. പാട്ടുകൾ പാടിടുന്നു. ഓണവില്ലടിപ്പാട്ടിന്നു പൂരം കിലുങ്ങുന്നു. പൂവിളിത്തേരുകൾ പാഞ്ഞിടുന്നു. പാഞ്ഞിടുന്നു പാഞ്ഞിടുന്നു. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. തിരുമേനി എഴുന്നള്ളും സമയമായി. ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. വീട്ടിലുള്ള ഓണത്തിന്റെ ഓർമ്മകളെക്കാളും ഞാൻ പഠിച്ച സ്കൂളുകളിലുള്ള ഓണാഘോഷമാണ് എന്റെ ഓർമ്മയിൽ തിളങ്ങി നിൽക്കുന്നത്. ഓണപരീക്ഷകൾക്കിടയിലും അവസാന ദിവസം നടക്കാൻ പോകുന്ന ഓണ സെലിബ്രേഷനിലായിരിക്കും ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ്. എന്നും യൂണിഫോം ഇടുന്ന ഞങ്ങൾക്ക് കളർ ഡ്രസ് ഇട്ട് ഒരുങ്ങാനുള്ള ദിവസം കൂടിയായിരുന്നു അന്ന്. സ്വന്തം വീട്ടിൽ നിന്നും അടുത്തുള്ള വീട്ടിൽ നിന്നും പൂക്കൾ പറിച്ച് കവറിലിട്ട് പൂക്കള മത്സരത്തിൽ വാശിയേറി പങ്കെടുത്ത ഉത്സാഹം അത് വേറെ ഒന്നു തന്നെയായിരുന്നു. വടംവലി, കസേരകളി, മിഠായി പെറുക്കൽ, നാരങ്ങാ സ്പൂൺ ഓട്ടം ഇതിലൊക്കെ പങ്കെടുത്ത് സമ്മാനം വാങ്ങുന്നത് ഓർക്കുമ്പോൾ തന്നെ സന്തോഷം വരുന്നവയാണ്. പായസവും കുടിച്ച് കൂട്ടുകാർക്കൊപ്പം ഓണാവധിയുടെ ആലസ്യത്തിലേക്ക് മുഴുകുമ്പോൾ അന്നു തൊട്ട് അടുത്ത ഓണത്തിനായുള്ള കാത്തിരിപ്പ് തുടരും. ഇപ്പോൾ ഫോൺ ഓണത്തിന്റെയും വെർച്വൽ ആഘോഷത്തിന്റെയും കൗതുകത്തിലാണ് ഞങ്ങൾ. എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ ഓണാശംസകൾ. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. തിരുമേനി എഴുന്നള്ളും സമയമായി. ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. വേമ്പനാട്ട് കായലിന്ന് ചാഞ്ചാട്ടം. തങ്കമണി ചുണ്ടനിന്ന് മയിലാട്ടം. കുഴലൂതും കാറ്റേ കുളിർക്കോരും കാറ്റേ കൂടെ വാ കൂടെ വാ കൂടെ തുഴയാൻ വാ. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവ. കുളിക്കാൻ പനിനീർ ചോല. കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല. കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല. തിരുവാവണിരാവ് മനസാകെ നിലാവ്. മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ. മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ്. മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവേലി
നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാരും പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. നമസ്കാരം. ശ്രീമതി സുഗതകുമാരിയുടെ ഓണം എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലുന്നത്. രണ്ടു ശലഭങ്ങൾ പാറിയെത്തുന്നതു കണ്ടു ഞാനിന്നു പുലരിത്തെളിമയിൽ. രണ്ടു ശലഭങ്ങൾ പാറിയെത്തുന്നതു കണ്ടു ഞാനിന്നു പുലരിത്തെളിമയിൽ. പൂവിളം മഞ്ഞച്ചിറകുമായി വന്നൊരാ ലോല സൗന്ദര്യങ്ങൾ മിന്നും നറും വെയിലിലൂളിയിട്ടാഴ്ന്നും ഉയർന്നും തിളങ്ങവേ ചേലേ